ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൊട്ടാറ്റോ മസാല റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ മസാലയുടെയൊക്കെ ടേസ്റ്റുള്ള പൊട്ടാറ്റോ മസാലയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പൊട്ടാറ്റോ മസാല തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് ജീരകം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ജീരകത്തിൻ്റെ ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു മസാലയിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ജീരകം തനിയല്ല, അതിൻ്റെ കൂട്ടത്തിൽ കടുക് കൂടെ ചേർത്തിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. 1.5 ടേബിൾ സ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട്. 3/4 ടേബിൾ സ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. കടുകിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് ഒഴിവാക്കേണ്ട, പകരം ക്വാണ്ടിറ്റി കുറച്ചാൽ മതിയാവും. ജീരകത്തിനേക്കാളും കൂടുതൽ കടുക് ഒരിക്കലും ചേർത്ത് കൊടുക്കാൻ പാടില്ല. ജീരകത്തെക്കാളും കുറവാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യം ഇല്ലെങ്കിൽ കടുകിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ ഈ ഒരു അളവിൽ ചേർത്താലും മതിയാവും. എന്നിട്ട് നമുക്കിത് രണ്ടും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് അങ്ങനെ കടുകും ജീരകവും റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ചൂടാറി വരുമ്പം ചെറിയ ചൂടോടുകൂടെ പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കണം. 3 ഉരുളക്കിഴങ്ങ് ഇതേ സൈസിൽ, ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് ഇവിടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ മതിയാവും. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കൊന്നും വേണ്ട. അപ്പോൾ ഈ ഒരു പാകത്തിൽ മതിയാവും. ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ ഓയിലിൽ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. ചെറിയ സവാളയൊക്കെ ആണെങ്കിൽ 2 എണ്ണമൊക്കെ ചേർത്തോളൂ. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. 5 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ടും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ടും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സാധാരണ മുളക് പൊടിയൊക്കെയാണ് ചേർക്കുന്നതെങ്കിൽ ഇത്രയും വേണ്ട. നല്ല എരിവായിരിക്കും. ഇതാകുമ്പം എരിവ് കുറവായിരിക്കും, എന്നാൽ നല്ല കളറും കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുത്തോളൂ. തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒരു വലിയ തക്കാളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. തക്കാളി ചേർത്ത ഉടൻ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വെന്തുടഞ്ഞ് വരട്ടെ. പിന്നെ ആവശ്യമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കടുകും ജീരകവും പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാലയിലേക്ക്, പൊട്ടാറ്റോ മസാലയിലേക്ക് ഗരം മസാലയോ ചിക്കൻ മസാലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു മസാല പൗഡർ മാത്രമാണ് ചേർക്കുന്നത്. ഇതിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് കുറച്ച് ഉപയോഗിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
വെള്ളം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊരു തിക്കായിരിക്കുന്ന മസാലയായിട്ടാണ് വേണ്ടുന്നതെങ്കിൽ ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെയൊക്കെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കണം. 5-10 മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെക്കാം. ഇതിപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓയിലൊക്കെ ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. നമ്മുടെ പൊട്ടറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്